അറിഞ്ഞില്ല ഒരു രഹസ്യം. എന്ത് രഹസ്യം? ബലാത്സംഗ കുറ്റം ചുമത്തി പോലീസ് കേസെടുത്തതോടെ ഇടവേളയില്ലാതെ നെട്ടോട്ടമോടുകയാണ് നടന്മാർ ഉൾപ്പെടെയുള്ളവർ. ഈ സിനിമക്കാരൊക്കെ കുഴപ്പമൊന്നും പറയാന് ഇപ്പൊ എനിക്ക് കഴിയൂല. കാരണം അത്ര കണ്ട് നിങ്ങളെ കുഴപ്പങ്ങൾ. ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ച് തകർത്തവർ പരക്കം പായുന്ന ശരിക്കും കാഴ്ചയാണ് കേരളം തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ എന്നും എന്റെ വീക്ക്നെസ് ആയി. ജനപ്രതിനിധി കൂടിയായ മുകേഷിന് രാഷ്ട്രീയ നേതൃത്വത്തെ കൂടി കാര്യങ്ങൾ ബോധിപ്പിക്കണം. എന്നിട്ട് എന്നായി ഇതിനായി പറയുന്ന ദൂര്യവനെ ചുമന്നവനെ നാറുണം. വീടും MLA ഓഫീസും കനത്ത പോലീസ് കാവലിലാണ്. ബെസ്റ്റ് ജാതകം ആരുടെ? നിന്റെ കാലെടുത്ത് കുത്തി കിടപ്പാടം പോയി കിട്ടും. അത് എന്റെ ജാതകത്തിന്റെ കുഴപ്പമില്ല, അതിന്റെ കയ്യിലിരിപ്പിന്റെ കുഴപ്പ. കണ്ട പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? എന്നാൽ മുകേഷ് എവിടെ എന്നതിൽ വ്യക്തതയില്ല. താരസംഘടനയുടെ തലപ്പത്ത് കാലങ്ങളോളം ഇരുന്ന ഇടവേള ബാബുവിന് ഇപ്പോൾ ഇടവേളയില്ല. ആഹാരം കഴിച്ചില്ലേലും അവനെ കല്യാണം കഴിപ്പിക്കാൻ നേരായി. കല്യാണമേ നടക്കാതെ പല്ലും കൊഴിഞ്ഞ് മൂത്ത് നരച്ച് വളഞ്ഞ് കുറുകി നീ ഇതിനകത്ത് കിടന്ന് പണ്ടോടങ്ങി പോട്ടെ. അമേരിക്കയിലുള്ള നടൻ ജയസൂര്യയാകട്ടെ അവിടമാണ് സേഫ് എന്ന് കരുതി കേരളത്തിലേക്കുള്ള യാത്ര നീട്ടുകയാണ്. കേസെടുത്ത ദിവസം സിദ്ദിഖ് ഊട്ടിയിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണെന്നായിരുന്നു പുറത്തുവന്ന വിവരം. പിന്നീട് നാട്ടിലെത്തിയെന്നും ഇപ്പോൾ മധുരയിലാണെന്നും അടുപ്പമുള്ളവർ പറയുന്നു. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. എന്നാൽ സിദ്ദിഖിനെ കണ്ടവരെ കാണാനില്ല. വിശ്വാസം വരുന്നില്ല അല്ലേ? അങ്ങനെ പവനായി ശവമായി.